ബിൻസി എന്നിട്ടേ ആ ബീൻ ബാഗിൽ പോയിട്ട് ഒരു മാസ് ഇരുത്തുണ്ടായിരുന്നല്ലോ. അതെ, അത് വെച്ചിട്ട് ഇവര് ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സീരിയലിന്റെ. എന്റെ അടുത്ത് അമ്മ പറഞ്ഞു എന്തിരിപ്പാ മോളെ അവിടെ ഇരുന്നേ. ഞാൻ പറഞ്ഞു അറിയില്ല അമ്മ, ആ സമയത്ത് എന്താ ചെയ്തെന്ന് എനിക്ക് ഒട്ടും ഓർമ്മ. മനസ്സിൽ എന്തായിരുന്നു അപ്പൊ BGM? ഓ മനസ്സില് എനിക്കറിയില്ല. ആ സമയത്ത് ചാച്ചന്റെ മുഖമായിരുന്നു കേട്ടോ മനസ്സില്. ശരിക്കും ഞാനിങ്ങനെ തമാശക്കാണെങ്കിലും എപ്പോഴും എല്ലാരും പറയാറുണ്ട് ചാച്ചനെ പറഞ്ഞ ബിൻസി സീനാക്കും. നമുക്ക് അത്ര ഇഷ്ടമാണ്. ഒരു കുഞ്ഞു പോലും അവിടെ മിണ്ടിയില്ലെന്നുള്ളതാ. എല്ലാവരും സൈലൻസ്, പിൻ ഡ്രോപ്പ് സൈലൻസ്. കുറെ കൈയടിയൊക്കെ കിട്ടിയായിരുന്നു. കുറെ പേര് കൈയടിച്ചു. അക്ബർ, ഇവൻ, അപ്പാനി, സരിക ചേച്ചി, മുൻഷി ചേട്ടൻ, അവരൊക്കെ ഇരുന്ന് കൈയടിച്ചായിരുന്നു. അതിലങ്ങനെ ജിഷൻ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു ബിൻസി നീ തനി കോട്ടയം അച്ചായത്തെ ആയിട്ടാ സംസാരിച്ചത്, പറയാനുള്ളതൊക്കെ നീ പറഞ്ഞു. മോളേന്നൊരു വിളിയും അതെവിടുന്ന് വന്നു. ശരിക്കുള്ള ബിൻസി അങ്ങനെയല്ല കേട്ടോ, അറിയാണ്ട് ഉള്ളിന്ന് വന്നു പോയതാ. എന്റെ അമ്മയൊക്കെ ചോദിച്ചു എന്താ മോളെ നീ അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അറിയില്ല അമ്മ, അറിയില്ല. നമുക്ക് വീട്ടുകാരെ പറഞ്ഞാൽ പെട്ടെന്ന് നമ്മളല്ലാണ്ടായി മാറി പോകുമല്ലോ. ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അങ്ങനെ സംഭവിച്ചത്. അനുമോളോടും പറഞ്ഞായിരുന്നല്ലോ എന്ത് കൈയും കാലും തല്ലി പിടിക്കുന്നുണ്ട്. അങ്ങനെയല്ലോ പറഞ്ഞേ. അങ്ങനെ എന്താ തല്ലി പിടിക്കുന്ന പറഞ്ഞത്? കാല് തല്ലി പിടിക്കുന്നോ കൈ തല്ലി പിടിക്കുന്നോ എന്തോ പറഞ്ഞു. അനുമോളുണ്ടല്ലോ, ഞാൻ ആലോചിക്കായിരുന്നു അനുമോളിലെ പല കാര്യങ്ങള്. അതായത് ആളോട് ഞാൻ സംസാരിച്ചപ്പോ അനുമോൾക്ക് എന്തെങ്കിലും മറുപടി ഉണ്ടായിരുന്നെങ്കിൽ കേൾക്കാൻ ഒരു രസം ഉണ്ടായിരുന്നേ. ഞാൻ അനുമോളെ അപ്പൊ അനുമോള് പറഞ്ഞു ശൈത്യ ഇവരൊക്കെയാണ് പറഞ്ഞു തുടങ്ങിയതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അല്ല അനു, ഇപ്പൊ ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോ കുറെ പേര് എൻ്റെ അടുത്ത് പറഞ്ഞു ശൈത്യ, എനിക്ക് കുറെ വീഡിയോസ് ഷെയർ ചെയ്ത് തന്നു, ശൈത്യയാണ് ആദ്യം ബിൻസിനെ കുറിച്ച് പറയുന്നത്. പക്ഷെ എനിക്കറിയാം ഈ ലൈവ് കണ്ടിട്ടുള്ളവരൊന്നും ആലോചിച്ച് നോക്കിയാൽ മതി, ഏറ്റവും ആദ്യം വന്ന് പറയുന്ന ആൾ അനുവാണ് ഏറ്റവും ആദ്യം വന്ന് പറയുന്നത് ബിൻസി അധികം കൂട്ടൊന്നും വേണ്ട കേട്ടോ. അപ്പൊ ഞാൻ പറയുന്നുണ്ട് അതിന് അപ്പാനിക്ക് കല്യാണം കഴിച്ച് പിള്ളേരും ഇല്ലേ, എനിക്കെന്തിനാണ് അപ്പാനിനെ? ഞാൻ അങ്ങനെ തന്നെയാണ് ചോദിക്കുന്നത്. എനിക്കെന്താ ആൺപിള്ളേരെ കിട്ടത്തില്ലേ പ്രേമിക്കാനാണെങ്കിൽ? ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സാ, അത്രേ ഉള്ളൂ എന്ന്. ഭയങ്കര നമ്മൾ ഫ്രണ്ട്സ് ആണല്ലോ. അപ്പൊ ആ ടോക്കിൽ തന്നെ അങ്ങ് പറയുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് ഈ നമ്മൾ ഒരാളെ കുറിച്ച് കുറ്റം പറയുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ഭാഗത്ത് എത്രത്തോളം ശരിയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഇവര് പറയാൻ പോകരുത്. അപ്പൊ അനു ഏറ്റവും ഫസ്റ്റ് ആര്യനോട് അനുവിന് ക്രഷ് ഉണ്ടായിരുന്നു. അപ്പൊ അത് നമ്മൾ ഓൾറെഡി നമ്മൾ തമാശക്ക് ഇങ്ങനെ കളിയാക്കുമായിരുന്നു. ഞാൻ ഏറ്റവും ആദ്യം പുറത്തിറങ്ങിയപ്പം ഞങ്ങളുടെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ നോക്കിയത് അനുവിന്റെ കാര്യം അങ്ങനെ പുറത്ത് വന്നില്ലേ, എന്തുകൊണ്ട് വന്നില്ല എന്നാണ് ഞാൻ ആലോചിച്ചത്. കാരണം അനു ആര്യനും തമ്മിൽ ഇഷ്ടമാണ് എടി, അവൻ എന്നെ നോക്കുന്നടി. അപ്പൊ ലാലേട്ടൻ വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ പോലും എനിക്കെപ്പോഴും സെന്ററിൽ ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് എല്ലായിടത്തും അങ്ങനെയാണ്, ഞാൻ അങ്ങനെ ഇരിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ നടുക്കിരിക്കുന്ന സമയത്ത് ഇപ്പുറത്തെ അനു വന്നിരുന്നു. ഓക്കെ, അനു ബ്ലൂ കളറിലെ ഡ്രസ്സാണെന്ന് ഇട്ടത്. ആര്യൻ ആ ബ്ലൂ ഇട്ട് തന്നെ എന്റെ അടുത്ത് വന്നിരിക്കാൻ ഭയങ്കര ബഹളമായിരുന്നു. അങ്ങനെ രണ്ടുപേരും അടുത്താണ് ഇരിക്കുന്നത്. അപ്പോഴൊക്കെ നമ്മൾ കളിയാക്കുന്നുണ്ട്. അതൊന്നും പുറത്ത് വന്നിട്ടില്ല. അത് കഴിഞ്ഞ് പ്രവീൺ വന്നപ്പോൾ ലവ് ട്രാക്ക് പിടിക്കാൻ അനു പ്രവീണിന്റെ അടുത്ത് വാഷ്റൂം ഏരിയയുടെ സൈഡിൽ നിന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ റീ എൻട്രിക്ക് വന്നപ്പോഴും നമ്മുടെ മേക്കപ്പ് റൂമിൽ ഇരുന്നിട്ട് പറയുന്നുണ്ട് എടാ നമ്മൾ ലവ് ട്രാക്ക് പിടിക്കാൻ നോക്കിയതല്ലേടാ, പക്ഷെ നടന്നില്ലല്ലോടാ. ആ ഒരു സാധനം അനു പറയുന്നുണ്ട്. ആ പ്രവീണോടും അനുവിന് ഇത് തന്നെ ആയിരുന്നില്ലേ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് അനീഷേട്ടനോട് അനു എന്തൊക്കെയാ കാണിച്ചത്, അതൊക്കെയാണ് ഞാൻ വഴക്കിൽ ചോദിച്ചത്. ഈ വഴക്കുണ്ടാക്കിയ സമയത്തൊക്കെ എനിക്ക് പറയാൻ കൃത്യമായിട്ടുള്ള പോയിന്റ്സ് ഉണ്ടായിരുന്നു. അതായത് അനീഷിനെ ഓരോന്ന് പറഞ്ഞ് അനീഷേട്ടന്റെ മനസ്സ് അങ്ങനൊന്നും ആടുന്ന മനസ്സല്ലായിരുന്നു, ഞങ്ങളുടെ അനീഷേട്ടൻ അങ്ങനെ അല്ലായിരുന്നു. എന്നിട്ട് ആ മനുഷ്യനെ ലവ് യു എന്ന് പറഞ്ഞ് ഇച്ചായാന്ന് വിളിച്ച് എന്തൊക്കെയാണ് അനു അവിടെ കാണിച്ചത്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാൾക്ക് എന്ത് അധികാരം ഇരിക്കുന്നു മറ്റുള്ള ഒരാളെ കുറ്റം പറയാനായിട്ട്? ഞാൻ അനുവിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ അനു സൈലന്റ് ആയിപ്പോയി. അവിടെ അനു മിണ്ടിയില്ല. ആ സമയത്താണ് നമുക്ക് പൊളിയുന്നത്. അനു എന്തെങ്കിലും പറയുന്നപ്പോൾ അനു പറഞ്ഞു ഇല്ല എനിക്ക് പറയാനൊന്നുമില്ല, ഞാൻ പുറത്തിറങ്ങിയിട്ട് പറയാം, പിന്നെ പറയാം എന്നൊക്കെയാണ് അനു പറയുന്നത്. മനസ്സിലായി. ബിൻസി RJ ബിൻസിയും ശൈത്യയും കൂടി റീ എൻട്രിക്ക് കയറിയത് കൊണ്ട് മാത്രമാണ് അനു ജയിച്ചതെന്നും കമന്റ്സ് വരുന്നുണ്ട്. അങ്ങനെയുണ്ട്. അത് കണ്ടിട്ടില്ലേ? കണ്ടായിരുന്നോ? ഇല്ലായിരുന്നോ? ഇല്ല, ഞാൻ കണ്ടില്ല. അങ്ങനെ വരുന്നുണ്ടായിരുന്നു. അതായത് നിങ്ങൾ റീ എൻട്രിയിൽ കയറിയിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള ഫീലിങ്സ് ആണ് പറയുന്നത്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ ഫാമിലി ഓഡിയൻസ് ഇത് കാണുമ്പോഴത്തേക്ക് ഒരാളെ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. ഒരാളെ ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് അവർ പക്ഷെ ആ ഒരു വിക്ടിം ആകുന്ന ആളെ മാത്രമേ ശ്രദ്ധിക്കുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഫിനാലയിൽ വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് വോട്ട് കയറിയത്. റീ എൻട്രീസ് വന്നതുകൊണ്ടാണ് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള കമന്റ്സ് ആയിരുന്നു അത് ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. കാരണം അനു എന്ന് പറയുന്ന വ്യക്തി ഈ ബിഗ് ബോസ് ഹൗസിൽ മത്സരിക്കാൻ കയറിയപ്പോൾ തന്നെ ഈ വിനു എന്ന് പറയുന്ന PR ഇട്ട സ്റ്റോറിയാണ് കപ്പ് ഞങ്ങൾ തൂക്കും.
ആദ്യത്തെ ദിവസം ആദ്യം തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു, വിനു ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ സ്ക്രീൻഷോട്ട് സഹിതം നമ്മുടെ ശൈത്യയുടെ അടുത്തുണ്ട്. ശൈത്യ വരുമ്പോൾ നമുക്ക് ചോദിക്കാം. അപ്പം അങ്ങനെ വിനു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, നമുക്ക് ഗെയിമിന്റെ ആ ഒരു ട്രാക്ക് പോകുന്ന കാണുമ്പോഴേ അറിയാം ഇത് അനുവിനുള്ളതാണെന്നുള്ളത്. ഇതിനെങ്ങനെ ഇത്ര കോൺഫിഡൻസോടെ ആദ്യം തന്നെ പറയുന്ന കപ്പ് തൂക്കും എന്നുള്ള കാര്യം? അത് പൈസയുടെ പവർ എന്ന് വേണേ നമുക്ക് പറയാം. മനസ്സിലായി. അപ്പം ഇപ്പൊ അനു തന്നെ എന്റെ അടുത്തൊക്കെ അനു, ഞാൻ ആ വഴക്കിന്റെ ഇടയ്ക്കും പറയുന്നുണ്ട്, അല്ലാണ്ടും പറയുന്നുണ്ട്, അനു പറഞ്ഞതാണ് നമ്മുടെ അടുത്ത് 16 ലക്ഷം കൊടുത്തു എന്നുള്ള കാര്യം. പിന്നെ അത് കൃത്യമായിട്ട് പറയുന്നു, ശൈത്യ പറയുന്നു, ഇപ്പോഴും ഒരു വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അടുത്തും പറഞ്ഞതാണ് ഞാൻ ഉള്ള സമയത്ത്. പക്ഷെ അനുവിനത് ഓർമ്മയില്ല. അതിനുശേഷം ലാലേട്ടൻ വന്ന എപ്പിസോഡ് ചോദിക്കുമ്പോൾ അനു പറയുന്നു ഒന്നും കൊടുത്തിട്ടില്ല ലാലേട്ടാന്ന്. അത് കഴിഞ്ഞ് അഞ്ജന നമ്പ്യാർ ഇന്റർവ്യൂല് പറയുന്നത് 1 ലക്ഷം കൊടുത്തു. അപ്പം ഇതിനകത്ത് ഏതാണ് സത്യം എന്ന് അനുവിന് പോലും പറയാതിരിക്കുന്ന അവസ്ഥയാണ് സത്യം പറഞ്ഞത്. അപ്പം PR അത്ര പവർഫുൾ ആയിട്ട് നിൽക്കുന്ന കാരണം അനുവിന് അറിയാം എവിടെ എന്ത് ചെയ്യണം, എവിടെ ഏത്. ഇപ്പൊ ഞാൻ സെക്കൻഡ് വീക്ക് വരെ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്തൊക്കെ അനുമോള് ഒരു കരച്ചിൽ സ്ഥാനം മാത്രമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അനുമോള്, ഞാനൊക്കെ എവിക്റ്റ് ആയി കഴിഞ്ഞിട്ട് അനുമോള് ട്രാക്ക് മാറ്റി കളിക്കുന്നത്. അനുവാണ് ശരിക്കും ഗെയിം പഠിച്ചിട്ട് വന്ന ആള്. നമ്മൾ പറയാം അനീഷ് ചേട്ടനാ പഠിച്ചിട്ട് വന്നത്. അനുവിനറിയാം എവിടെ എന്തൊക്കെ ചെയ്യണം, ഏത് രീതി നിൽക്കണം, എങ്ങനെ വോട്ട് കിട്ടും, എങ്ങനെ സെന്റിമെന്റ്സ് കിട്ടും, ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു. അതെ, അത് വെച്ച് അനു അങ്ങ് റീച്ചായി. എന്തായാലും കപ്പ് അനു എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. ഇപ്പൊ ഞങ്ങൾ റീ എൻട്രിക്ക് കയറി സൈലന്റ് ആയിട്ടിരുന്നാലും അനു അവിടെ ഒറ്റപ്പെടൽ കാണിക്കും. ഇപ്പൊ അനുവിനെ എത്ര പ്രാവശ്യം ഞാനൊക്കെ വീട്ടിലോട്ട് ഇപ്പൊ ചെന്ന് കയറിയ സമയത്ത് അനുവിന്റെ അടുത്ത് മനസ്സില്ല, ഞാൻ അനുമോളെ പുറത്തിറങ്ങുമ്പോൾ എനിക്ക് കുറച്ച് കാര്യം ഞാൻ പറയുന്നുണ്ട്. ഇപ്പൊ വഴക്കുണ്ടാക്കണം, പ്രശ്നം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു പോയ ആളാണെങ്കിൽ ഞാൻ ചെന്ന് കയറുമ്പോ തന്നെ ഫൈറ്റ് ഉണ്ടാക്കിയാണ്. ഞാൻ അനുവിന്റെ അടുത്ത് പുറത്തിറങ്ങുമ്പോ പറയാം, പിന്നെ പറയാം, എനിക്ക് സംസാരിക്കാനുണ്ട്, എടാ നീ ഓക്കെ ആണോ, നീ ഓക്കെ ആണോ, നീ വന്നേ, പിന്നെ പറയാം, പുറത്തിറങ്ങുമ്പോ പറയാന്ന് ലാസ്റ്റ് കയ്യിൽ നിന്ന് പോയി. അപ്പൊ ആ സമയത്ത് പോലും നമ്മള് അനുവിന്റെ അടുത്ത് മിണ്ടിയാലും ഇല്ലെങ്കിലും ഒക്കെ അനു അവിടെ ഒറ്റപ്പെട്ടിരിക്കും. ആൾക്കാർക്ക് ഒരു സിമ്പതി തോന്നും. അത് കാരണം ഞങ്ങൾ കയറിയത് കൊണ്ട് മാത്രമല്ല അനു ജയിച്ചത്. ഞങ്ങൾ കയറിയതുകൊണ്ട് ക്ലാരിറ്റി ഉണ്ടായി പല കാര്യങ്ങൾക്കും. അതിലെന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. അതെ, ശരിക്കും പറഞ്ഞാൽ അപ്പൊ ഈ ഒരു നമ്മൾ പറഞ്ഞല്ലോ പൈസ ഇപ്പൊ തന്നെ കുറെ പേര് ഇങ്ങനെ ട്രോളായിട്ടൊക്കെ ഇടുന്നുണ്ടായിരുന്നു, നെക്സ്റ്റ് ബുക്കിംഗ് സ്റ്റാർട്ടഡ് PR-ന്റെ എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ലെ, പൈസ ഉള്ളവർക്ക് അപ്പം ജയിക്കാം, ആ ഒരു രീതിയിൽ ആയി മാറി പോലെ തോന്നുന്നു ഹൗസ്. തീർച്ചയായിട്ടും. ഇപ്പൊ എന്റെ അടുത്ത് ഇനി ആര് ബിഗ് ബോസിൽ പോകണമെന്ന് ചോദിച്ചാലും ഞാൻ പറയും പൈസ ഉണ്ടോ, PR കൊടുക്കാൻ പറ്റുമോ എങ്കിലും മാത്രം പോയാൽ മതിയെന്ന്. സത്യം പറഞ്ഞാൽ ഇപ്പൊ എന്നെ പോലത്തെ ഒരാൾക്ക് ഞാൻ അത്ര, മറ്റുള്ളവരെല്ലാം ആർട്ടിസ്റ്റാണ്, ഞാൻ അത്ര ഫെയിമിൽ നിൽക്കുന്ന ആളല്ല. സോ എന്നെ അറിയണമെങ്കിൽ ഞാൻ ഇപ്പൊ ആലോചിക്കുന്നുണ്ട്, ഞാനൊരു PR കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് എനിക്കൊരു റീച്ച് ഉണ്ടായിരുന്നു. അതൊരു PR-ന്റെ പോസിറ്റീവ് സൈഡാണ്. പക്ഷേ ഇപ്പം അനുമോൾ എന്ത് കാണിച്ചാലും അല്ലെങ്കിൽ ഷാനവാസ് എന്ത് കാണിച്ചാലും ആരെന്ത് കാണിച്ചാലും മറ്റുള്ള കണ്ടസ്റ്റൻസിനെ ചവിട്ടി താഴ്ത്തിക്കൊണ്ട് ഇവരെ ഉയർത്തിക്കൊണ്ട് വരുന്ന PR അത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. ഈ പോയിട്ട് വന്നവരൊക്കെ ഒരേ സ്വരത്തിൽ അനീഷേട്ടന് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. വളരെ കുറച്ച് പേരൊഴിച്ച് ബാക്കി എല്ലാവരും അനീഷേട്ടന് സെക്കൻഡ് കിട്ടിയപ്പോഴും ഭയങ്കരമായിട്ട് കൈയടിക്കുന്നതും ഒക്കെ. എന്താ മനുഷ്യനെ അത്രയും വ്യത്യസ്തമായിട്ട് ആക്കി നിർത്തുന്നത് മറ്റ് കണ്ടസ്റ്റൻസിനെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ? അനീഷേട്ടൻ നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു വ്യക്തിത്വം ഉള്ള ഒരു വ്യക്തിയാന്ന് പറയും. കാരണം അനീഷേട്ടൻ നമ്മൾ ആദ്യം ചെല്ലുന്ന സമയം തൊട്ട് ഇന്ന് വരെ ഒരാളെ മോശം പറഞ്ഞ് അല്ലെങ്കിൽ ഒരു ചീത്ത വാക്ക് പറഞ്ഞ് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ആരോടും അങ്ങനെ കുറ്റം പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അപ്പം അയാള് നല്ല, ആദ്യം വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു പുള്ളിയുടെ ഈ ഒരു സുപ്രഭാതം ബിഗ് ബോസ് അതും ആ നടക്കലും ഒക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ട്രെൻഡായി. യെസ്, പിന്നെ അത് ട്രെൻഡായി. ആളുടെ ഗെയിം ആണെന്ന് ഞാൻ പറയത്തുള്ളത്. അന്നും ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കാറിലിരുന്നപ്പോൾ കണ്ടതാണ്. ഞാൻ ഏതോ ഒരു ചാനൽ കൊടുത്ത ഇന്റർവ്യൂല് ഞാൻ പറയുന്നുണ്ട് അനീഷേട്ടൻ അയാൾ നല്ലൊരു ഗെയിമർ ആണെന്ന്. ശരിക്കും പറഞ്ഞാൽ അയാൾ നല്ലൊരു ഗെയിമർ ആയിരുന്നു. അയാൾ ഗെയിം മാറ്റി, അയാൾ നല്ലൊരു മനുഷ്യനായി, എല്ലാവർക്കും അയാൾ ഇഷ്ടമാണ്. സോ എന്റെ മനസ്സിൽ സത്യം പറഞ്ഞ അനീഷേട്ടൻ ജയിക്കണമെന്നായിരുന്നു ആഗ്രഹം, ഭയങ്കര ആഗ്രഹമായിരുന്നു.